ഹലോ, ഇന്നൊരു അൺബോക്സിംഗ് വീഡിയോ ആണ്. എന്ത് വീഡിയോ ആണ്? അൺബോക്സിംഗ് വീഡിയോ ആണ്. അപ്പൊ നമുക്ക് 3 പ്രൊഡക്ട്സ് ആണ് അൺബോക്സ് ചെയ്യാനുള്ളത്. എത്ര എണ്ണം? അങ്ങനെ ഞങ്ങളുടെ അൺബോക്സിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ആദ്യം ഒരു ബാഗാണ്. നമ്മുടെ കുട്ടീസിൻ്റെ വെക്കേഷൻ ഡേയ്സ് ഒക്കെ ഏകദേശം കഴിയാറായി. ഇനി കഷ്ടിച്ച ഒരാഴ്ച കൂടെയാണുള്ളത് അല്ലേ. ഒരുപാട് പേര് ബാഗ്, ബുക്സ്, കൊട, യൂണിഫോം ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. ചിലരൊക്കെ പഴയത് തന്നെയായിരിക്കും വീണ്ടും യൂസ് ചെയ്യുന്നത്. പണ്ട് നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ഒരു ബാഗ് വാങ്ങുന്നത് ആ ഒരു വർഷത്തേക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ, പിന്നീട് അങ്ങോട്ടൊക്കെയുള്ള കുറേ വർഷത്തേക്ക് വേണ്ടിയിട്ടാണ്. ഇതിനിടയ്ക്ക് ചിലപ്പോൾ അത് കീറും, സിബ്ബ് പോകും. അപ്പോൾ അമ്മമാർ തന്നെ അത് സ്റ്റിച്ച് ചെയ്ത് വീണ്ടും ശരിയാക്കി തരും. നമ്മൾ അത് തന്നെ കൊണ്ടുപോകും. അന്ന് നമുക്കൊന്നും അങ്ങനെ പ്രത്യേകിച്ച് നാണക്കേടോ ഒരു ഷെയിം അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. കാരണം ഏതാണ്ട് കൂടെയുള്ള എല്ലാവർക്കും ഇതേ അനുഭവങ്ങൾ തന്നെയാണ്. ആർക്കെങ്കിലും പുതിയ ബാഗ്, കൂട, യൂണിഫോം ഇതൊക്കെ ഉണ്ടെങ്കിൽ ക്ലാസ്സിൽ കുറച്ച് ദിവസത്തേക്ക് അവരായിരിക്കും കിങ് അല്ലെങ്കിൽ ക്യൂന്. ഇവിടെ തമ്പുരുവിൻ്റെ കഴിഞ്ഞ വർഷത്തെ ബാഗ് ഒരുപാട് അങ്ങനെ ചീത്തയായി പോയിട്ടൊന്നുമില്ല. അതുകൊണ്ട് പുതിയ ബാഗ് വാങ്ങുമില്ലെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നില്ല. പക്ഷേ ആസ് എ പേരൻറ്റ് നമുക്കുണ്ടാവുമല്ലോ, നമ്മുടെ മക്കൾ പുതിയ ബാഗ്, കൂട, ചെരുപ്പ്, യൂണിഫോം ഒക്കെ യൂസ് ചെയ്യണം എന്ന്. കാരണം ഒരു കാലത്ത് നമ്മൾ ഇതൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്. അന്ന് നമ്മുടെ പേരൻസ് നമുക്ക് പറ്റുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നിട്ടുണ്ട് പഠിക്കാനായിട്ട്. അസൗകര്യം പറഞ്ഞാൽ അത് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തിരുന്നു അന്ന്. പക്ഷേ ഇപ്പോൾ കാലം കുറേ മാറി. കുട്ടികൾക്ക് അവരവരുടെ ഇഷ്ടങ്ങളായി. കൂട്ടുകാരിയോ കൂട്ടുകാരനോ ഒക്കെ പുതിയ ബാഗോ യൂണിഫോമോ ഒക്കെ ഇട്ട് വന്നു കഴിഞ്ഞാൽ അവർക്കും അതുപോലെ വേണം എന്ന് പറയുന്ന ഒരു തലമുറയിലേക്ക് മാറി. ഇവിടെ കുട്ടികൾ ആവശ്യപ്പെടുന്നത് എന്തും അതുപോലെ വാങ്ങി കൊടുക്കരുത്, അല്ലെങ്കിൽ ഇല്ലായ്മ അറിഞ്ഞ് വളരണം എന്നൊക്കെ പലരും പറഞ്ഞ് നമ്മൾ കേൾക്കാറുണ്ട്. എന്നിരുന്നാൽ കൂടി എല്ലാ പാരൻസും ആഗ്രഹിക്കുന്നത് അവരുടെ മക്കൾക്ക് അവരാൽ കഴിയുന്ന എല്ലാ സൗകര്യങ്ങളും ലഭ്യമാക്കണമെന്ന് തന്നെയാണ്. ഒരു പാരൻസും മക്കൾക്ക് നെഗറ്റീവായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കണം എന്ന് കരുതി ഒന്നും ചെയ്തു കൊടുക്കാറില്ല. മറിച്ച് അവർ നന്നായിട്ട് പഠിക്കണം, അല്ലെങ്കിൽ അത് അവർക്ക് യൂസ്ഫുൾ ആവണം എന്ന് കരുതി തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്. കുട്ടികൾ പഠനത്തിൽ ഒന്നുകൂടെ ബെറ്റർ ആകാൻ വേണ്ടിയിട്ടായിരിക്കും എല്ലാ പാരൻസും ഇതുപോലെ പുതിയ ബാഗും ബുക്കും ബോക്സും ഒക്കെ കുട്ടികൾക്ക് നൽകുന്നത്. കഥയിലേക്ക് മാത്രം ശ്രദ്ധ പോയാൽ പോരല്ലോ. അൺബോക്സിനെ കുറിച്ചുകൂടി പറഞ്ഞാലോ. ആദ്യം നമ്മൾ ഓപ്പൺ ചെയ്തത് ഒരു ബാഗാണ്. ഡോറ തീമിൽ വരുന്നൊരു ബാഗ്. ബിക്കോസ് തമ്പുരു വലിയൊരു ഡോറ ഫാനാണ്. ബാഗ് വാങ്ങിയാലോ എന്ന് ആലോചിക്കുമ്പോൾ ആദ്യം ഞങ്ങൾ സെർച്ച് ചെയ്തത് ഡോറ തീമിൽ വരുന്ന ബാഗ് തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ കിട്ടുകയും ചെയ്തു. 200-നും താഴെ വരുന്നൊരു ബാഗാണ് കേട്ടോ. ഞങ്ങൾക്കും അതിശയമായിരുന്നു, ഇനി വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നൊരു സംശയവുമുണ്ടായിരുന്നു. പക്ഷേ സൂപ്പർ ബാഗാണ് കേട്ടോ, കിടിലൻ ബാഗാണ്. ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഈ ഒരു ബാഗ് ഓക്കെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിന് ഇത് ടോട്ടലി വെർത്താണ്. അവൾക്ക് ശരിക്കും ഡോറയെ കണ്ട് മതിയാകുന്നേ ഇല്ല. കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വെക്കുന്നു. ഇതിനിടയ്ക്ക് കുറച്ച് നേരം ഇട്ട് നോക്കി. രണ്ടാമത്തേത് ഒരു ബോക്സ് ആയിരുന്നു. ഈ ബോക്സിന് 2 സ്റ്റോറേജസ് ആണുള്ളത്. ഒപ്പം പെൻസിൽ ഷാർപ്പനർ, കാൽക്കുലേറ്റർ ഇതൊക്കെ അടങ്ങിയ നല്ല ക്യൂട്ടായിട്ടുള്ള പിങ്ക് കളറിൽ വരുന്നൊരു ബോക്സ് ആണ്. 130 രൂപയ്ക്കും താഴെയാണ് ഞങ്ങൾക്ക് ഈ ബോക്സിന് ചിലവാക്കേണ്ടി വന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിന് ഒരുപാട് ബോക്സുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൺഫ്യൂഷനും ഉണ്ടായിരുന്നു. തമ്പുരുവിന് ഈ പിങ്ക് കളർ എന്തായാലും ഇഷ്ടമാകും എന്ന് ഉറപ്പുണ്ടായിരുന്നത് കൊണ്ട് ഈ ബോക്സ് തന്നെ ചൂസ് ചെയ്തു. ഇത് അതിനോടൊപ്പം കിട്ടിയൊരു പെൻസിലാണ്. ഫൈനലായിട്ട് ഞങ്ങൾ അൺബോക്സ് ചെയ്തത് ബേബി ഗേൾസിന് ഏറ്റവും യൂസ്ഫുൾ ആവുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഇന്നർ വെയർ ആണ്. ഞാൻ ഇതുവരെയും തമ്പുരുവിനെ ഇടിയിപ്പിക്കാറുള്ളത് കാലുള്ള ടൈപ്പ് ഇന്നർ വെയറുകളാണ്. അതിനെന്താ പേര് പറയാന്ന് എനിക്കറിയില്ല. സാധാരണ പെൺകുട്ടികൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന മോഡലല്ല, കാലുള്ള, അതായത് ബോയ്സ് യൂസ് ചെയ്യുന്നത് പോലെയുള്ള ഇന്നർ വെയേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. കുഞ്ഞു മക്കളല്ലേ, ഇട്ടേക്കുന്ന ഫ്രോക്കോ സ്കേർട്ടോ ഒക്കെ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയാലോ എന്നതിനെ പറ്റിയൊന്നും അവർ കോൺഷ്യസ് ആയിരിക്കില്ല. ഇതാവുമ്പോൾ വളരെ സേഫാണ്. ഇത് 6 എണ്ണം അടങ്ങുന്ന ഒരു പാക്കായിരുന്നു. 3 പ്രോഡക്റ്റ്സ് ആണ് ഇന്ന് ഞങ്ങൾ അൺബോക്സ് ചെയ്തത്. ആർക്കെങ്കിലും ഇത് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ബാഗിൻ്റെയും ബോക്സിൻ്റെയും ഇന്നർ വെയറിൻ്റെയും ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാട്ടോ. അപ്പോൾ ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണേ. ബൈ.